ഹായ്, എൻ്റെ പേര് അശ്വിനി. ഞാൻ മണ്ണാമൂലയാണ് താമസിക്കുന്നത്, പേരൂർക്കട. ഞാൻ കോട്ടൺ സ്കൂളിലെ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ 3 വയസ്സ് തൊട്ടാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്. എൻ്റെ ഗുരു രാഗിണിയാർ പണിക്കറാണ്. പിന്നെ ഈ കഴിഞ്ഞ 2023 സ്റ്റേറ്റ് കലോത്സവത്തിന് എനിക്ക് കുച്ചിപ്പുടിക്ക് ബി ഗ്രേഡ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ വർഷത്തെ 2024 ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും എനിക്ക് സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. ഭരതനാട്യത്തിന് എനിക്ക് ബി ഗ്രേഡ് ലഭിച്ചു. ഇനി കുച്ചിപ്പുടി മത്സരം നടക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഗുരു രാഗിണിയാർ പണിക്കറാണ്. ടീച്ചർ ഇവിടെ കരിക്കകത്തും കലാപീഠം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ട്, തൊഴുവങ്കോട് അമ്പലത്തില് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ട്, കവടിയാർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്കൂൾ കലോത്സവം ഈ കഴിഞ്ഞ ജില്ലാതല കലോത്സവത്തില് എനിക്ക് ഭരതനാട്യത്തിന് 3ാം സ്ഥാനവും കുച്ചിപ്പുടിക്ക് 1ാം സ്ഥാനവും കിട്ടിയിരുന്നു. പണ്ട് മുതലേ എന്ന് പറയുമ്പോൾ UP കലോത്സവങ്ങളിലും ഞാൻ ജില്ല വരെ പോയിട്ടുണ്ട്. 3 ഇനങ്ങളിലും ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസിന് ഇതുപോലെ പോയിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് നല്ല ഫസ്റ്റ്, സെക്കൻഡ് എന്നുള്ള പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റേറ്റ് കലോത്സവത്തിന് എൻ്റെ കൂടെ നിന്നത് മിനി എന്ന് പറയുന്ന ടീച്ചറാണ്. ഇതുപോലെ സ്കൂളില് കലോത്സവത്തിന്റെ പിറകെ ഇങ്ങനെ പോകുമ്പോൾ കുറെ ക്ലാസ്സുകൾ എനിക്ക് +1 പഠിക്കുന്നത്, അപ്പൊ കുറെ ക്ലാസ്സുകൾ എനിക്ക് സ്കിപ്പ് ആവും. അതെല്ലാം അതുപോലെ ഫ്രണ്ട്സും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരെനിക്ക് വാട്സപ്പിൽ നോട്ട് അയക്കും, അല്ലാത്ത സപ്പോർട്ടൊക്കെ തരും. അതേപോലെ ടീച്ചേഴ്സ് കവർ ചെയ്യാനുള്ള പോർഷൻസ് അതെല്ലാം കവർ ചെയ്ത് തരും. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ടീച്ചേഴ്സും കൂടെ നിൽപ്പുണ്ടാവും. ഫ്രണ്ട്സും അതേപോലെ തന്നെയാണ്, എപ്പോഴും സപ്പോർട്ടിന് ഉണ്ടാവും. അതേപോലെ കോമ്പറ്റീഷൻസിന് പോകുമ്പം സപ്പോർട്ടൊക്കെ തരാറുണ്ട്. പിന്നെ അതിൽ പോകുന്ന പോർഷൻസ് അല്ലെങ്കിൽ പഠിത്തം മിക്കവാറും ഞാൻ ക്ലാസ്സിൽ കയറാറില്ല. ആ ടൈമുള്ള എല്ലാ പോർഷൻസും പഠിക്കാനുള്ളതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ നിന്നും പിന്നെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടുന്നത്. അതുപോലെ അമ്മയാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മ ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരിടത്തും എത്താൻ പറ്റില്ലായിരുന്നു. അമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെ ഡാൻസിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ അതിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാലും അമ്മ പറയും പൊക്കോ, അവിടെ പ്രൈസ് കിട്ടും. അല്ലെങ്കിൽ മോളുടെ കഴിവിനാണ് പ്രാധാന്യം ഉള്ളത്, അല്ലാതെ പ്രൈസോ സ്ഥാനമോ. അല്ലെങ്കിൽ സ്റ്റേറ്റ് കലോത്സവത്തിന് ഇതുപോലെ ബി ഗ്രേഡ് കിട്ടിയതിന് അമ്മയ്ക്ക് സങ്കടം ഉണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും അമ്മ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ എൻ്റെ അരങ്ങേറ്റം നടന്നത് തൊഴുവങ്കോട് അമ്പലത്തിലാണ്. എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റം. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അരങ്ങേറ്റം കഴിയുന്നത്. ഭരതനാട്യമായിരുന്നു എൻ്റെ അന്നത്തെ അരങ്ങേറ്റം. പിന്നെ പതുക്കെ ഡാൻസ് പഠിച്ച് ഞാൻ 4ാം ക്ലാസ്സിലാണ് കുച്ചിപ്പുടി അരങ്ങേറ്റം ചെയ്യുന്നത്. കുച്ചിപ്പുടി അരങ്ങേറ്റം കൃഷ്ണൻകോവിൽ വെച്ചിട്ടായിരുന്നു, അമ്പലമുക്ക്. അതിനുശേഷം ഓരോ ഐറ്റങ്ങളുടെയും അരങ്ങേറ്റം ടീച്ചർ എന്നെ ട്രെയിൻ ചെയ്തെടുത്തു. പിന്നെ എനിക്ക് വിവിധ സ്റ്റേജുകളിൽ മത്സരങ്ങളായാലും പ്രവാസി, ഭാരതീയം, ശിശുക്ഷേമ സമിതി, അങ്ങനെ നാദം കേരളം, അങ്ങനെ കുറെ സ്റ്റേജുകളിൽ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് 4ാം ക്ലാസ് മുതലേ മത്സരിക്കുന്നതാണ്. ചൈൽഡ് വെൽഫെയറില് 4ാം ക്ലാസ്സിലെ ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും ഒക്കെ എനിക്ക് ഫസ്റ്റ് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ ഇതേപോലെ ചൈൽഡ് വെൽഫെയർ എല്ലാ വർഷവും ഞാൻ മത്സരിക്കാറുള്ളതാണ്. പ്രവാസി ഭാരതീയത്തിലും അങ്ങനെയാണ്. എല്ലാ വർഷവും മിക്ക വർഷവും പോവാറുണ്ട്. ഭരതനാട്യത്തിനും കുച്ചിപ്പുടിയും ഫോക്കിനുമാണ് ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. മോഹിനിയാട്ടം ഞാൻ കളിക്കാറുണ്ട്, പക്ഷെ അത്ര പ്രൊഫഷണൽ അല്ല അതിന്. പിന്നെ ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ ചൈൽഡ് വെൽഫെയറിൽ ഞാൻ ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും മോഹിനിയാട്ടത്തിനും മത്സരിച്ചായിരുന്നു. മോഹിനിയാട്ടം 3rd, ഭരതനാട്യം നാടോടി നൃത്തം ഫസ്റ്റും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നാദം കേരള മത്സരത്തില് എനിക്ക് ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും ഫസ്റ്റ് ഉണ്ടായി. അങ്ങനെ വിവിധ സ്റ്റേജുകളിലും ഞാൻ മത്സരിക്കാറുണ്ട്. കലോത്സവ വേദിയിൽ ഞാൻ 4ാം ക്ലാസ് മുതലാണ് മത്സരിക്കുന്നത്. സ്കൂളില് ഭരതനാട്യം, നാടോടി നൃത്തം, പിന്നെ ഗ്രൂപ്പ് ഡാൻസിനും ഞാൻ LPക്ക് സബ് ഡിസ്ട്രിക്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സബ് ഡിസ്ട്രിക്ട് പോയപ്പോൾ എനിക്ക് ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും ഫസ്റ്റ് ഉണ്ടായി, ഗ്രൂപ്പ് ഡാൻസിന് 2nd A ഗ്രേഡും. 5ാം ക്ലാസ് തൊട്ട് വീണ്ടും ഞാൻ കലോത്സവത്തിന് UP തലത്തിൽ കയറുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് വരെ മത്സരിക്കാം. അങ്ങനെ സ്കൂളിലും 3 ഇനങ്ങളിലും ഫസ്റ്റ്, ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക്. അതുപോലെ സബ് ജില്ലയും എനിക്ക് 3നും ഫസ്റ്റ് ഉണ്ടായിരുന്നു. ജില്ലയിൽ വന്നപ്പോഴും എനിക്ക് ആറ്റിങ്ങൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ. അവിടെ വെച്ചിട്ട് എനിക്ക് 3നും ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 6ാം ക്ലാസ്സിലായപ്പോൾ എനിക്ക് പ്രളയം കാരണം UP വിഭാഗം കുട്ടികൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് ഒക്കെ ഉണ്ടായി. അങ്ങനെ സ്കൂൾ തലം മാത്രം മത്സരിച്ചിട്ടുണ്ടായി. അതിൽ 3നും ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ 7ാം ക്ലാസ്സിലെ ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ഗ്രൂപ്പ് ഡാൻസിന് ഞാൻ ഉണ്ടായിരുന്നു.
അതിന് 3ലും എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് അപ്പീൽ കൊടുത്ത്, സെക്കൻഡ് ആയതിന് അപ്പീൽ കൊടുത്ത്, അങ്ങനെ ജില്ലയിൽ 4 ഇനത്തിനും ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നാടോടി നൃത്തത്തിനും ഗ്രൂപ്പ് ഡാൻസിനും എനിക്ക് ഫസ്റ്റ്, ബാക്കി 2നും കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് ആയിരുന്നു. പത്രത്തിലൊക്കെ എനിക്ക് ഫോട്ടോ, അപ്പോഴാണ് 5ാം ക്ലാസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് എന്റെ ചിത്രം പത്രത്തിൽ വരുന്നത്. പിന്നെ കഴിഞ്ഞ 7ാം ക്ലാസ്സിൽ, ഞാൻ പിന്നെ 7ാം ക്ലാസ്സിലായപ്പോഴാണ് എന്റെ വീണ്ടും പത്രത്തിലേക്ക് എന്റെ ഫോട്ടോ വരുന്നത്. പിന്നെ കോവിഡ് കാരണം 8, 9 അത് നഷ്ടപ്പെട്ടു. എനിക്ക് കലോത്സവ വേദിയിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ പ്രൈവറ്റ് കോമ്പറ്റീഷനൊക്കെ ഞാൻ പോയായിരുന്നു. അതിന് ഇങ്ങനെ ചൈൽഡ് വെൽഫെയർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ വീണ്ടും കലോത്സവത്തിന് ഇറങ്ങി. സ്കൂൾ തലത്തിൽ എനിക്ക് ഭരതനാട്യത്തിന് സെക്കൻഡ് എ ഗ്രേഡ് ആയതുകൊണ്ട് എനിക്ക് അപ്പീൽ കിട്ടിയില്ല. പകരം എനിക്ക് നാടോടി നൃത്തത്തിനും കുച്ചിപ്പുടിക്കും എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സബ് ജില്ലയിൽ വന്നപ്പോൾ എനിക്ക് കുച്ചിപ്പുടി എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് ആയി, നാടോടി നൃത്തം ഫസ്റ്റ് ഉണ്ടായിരുന്നു. ജില്ലയിൽ വന്നപ്പോൾ എനിക്ക് അപ്പീൽ കൊടുത്തായിരുന്നു നാടോടി നൃത്തം കുച്ചിപ്പുടി. അങ്ങനെ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് കുച്ചിപ്പുടിയും നാടോടി നൃത്തവും എനിക്ക് ഉണ്ടായിരുന്നു ജില്ലയിൽ മത്സരിക്കാൻ. അതിൽ എനിക്ക് കുച്ചിപ്പുടിക്ക് മാത്രം ഫസ്റ്റ് കിട്ടി. ഞാൻ 10ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് എന്റെ ഞാൻ പണ്ടോട്ടെ മനസ്സിൽ വിചാരിച്ചിരുന്ന സ്റ്റേറ്റ് കലോത്സവം, എന്റെ ആദ്യത്തെ സ്റ്റേറ്റ് കലോത്സവം 10ാം ക്ലാസ്സിലായിരുന്നു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ പണ്ടോട്ടുള്ള ആഗ്രഹം സ്റ്റേറ്റ് കലോത്സവത്തിന് വിൻ ചെയ്യുക എന്നതായിരുന്നു. എനിക്ക് എ ഗ്രേഡ് ഇല്ലായിരുന്നു, എങ്കിലും സ്റ്റേറ്റ് കലോത്സവം വരെ എനിക്ക് എത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. അതായിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് കലോത്സവം. പിന്നെ ഈ വർഷം 2024 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് എനിക്ക് ഭരതനാട്യവും കുച്ചിപ്പുടിക്കും അവസരം കിട്ടി. അത് ഇന്നലെ ആയിരുന്നു എനിക്ക് ഭരതനാട്യം മത്സരം ഉണ്ടായിരുന്നത്. അതിന് എനിക്ക് ബി ഗ്രേഡ് ആയിരുന്നു. ഇനി കുച്ചിപ്പുടിയാണ് എന്റെ ആകെയുള്ള പ്രതീക്ഷ. അതിന് എനിക്ക് എ ഗ്രേഡ് മേടിക്കണം. എനിക്ക് നല്ല കോൺഫിഡൻസോടെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇതേപോലെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നാദം കേരളത്തിൽ നിന്നും എനിക്ക് കലാതിലകം കിട്ടിയില്ല, പക്ഷെ എനിക്ക് 2 പ്രൈസ് ഉണ്ടായിരുന്നു. അതുപോലെ ചിലമ്പ് എന്ന് പറയുന്ന ഫെസ്റ്റില് ഞാനും ശ്രേയ മഹേഷും കൂടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഓവറോൾ കിട്ടിയത് നമുക്കായിരുന്നു. അതില് എനിക്ക് 3 ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കായിരുന്നു ഓവറോള്. അതൊരു വലിയ സമ്മാനം തന്നെയായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റേറ്റ് കലോത്സവത്തിന് കഴിഞ്ഞ വർഷം എനിക്കൊരു വലിയ ട്രോഫി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് കലോത്സവത്തിന്റെ ട്രോഫി. പിന്നെ ചൈൽഡ് വെൽഫെയറിൽ എനിക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഭാരതീയ കലോത്സവത്തിനും അതുപോലെ പ്രവാസിക്കും എനിക്ക് ഇതേപോലെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയറിലെ 2020 ആണെന്ന് തോന്നുന്നു. ആ വർഷത്തിലെ ചൈൽഡ് വെൽഫെയറിന്റെ സ്റ്റേറ്റ് കലോത്സവത്തിനും എനിക്ക് 2ാം സ്ഥാനം ഉണ്ടായിരുന്നു ഭരതനാട്യത്തിന്. കലാനിധിയിൽ നിന്നും 2023 എനിക്ക് കലാപ്രതിഭ എന്നുള്ള ഒരു അംഗീകാരം കിട്ടിയായിരുന്നു. അതും എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ ഞാനും ശ്രേയ മഹേഷും കൂടെ, എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ശ്രേയ മഹേഷ്. ഞാനും അവളും പണ്ട് തൊട്ട് 3ാം ക്ലാസ് മുതലേ കൂട്ടുകാരാണ്. നമ്മള് ആ വർഷം പണ്ട് തൊട്ടേ ഓരോ പ്രോഗ്രാമിന് പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് കലാനിധിയില് ഞാനും ശ്രേയയും കുറെ വർഷം കളിച്ചിട്ടുണ്ട്. ഇതേപോലെ ചെങ്കൽ ശിവക്ഷേത്രത്തിൽ കളിച്ചിട്ടുണ്ട്, ആറ്റുകാല് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 3 വർഷം നമ്മൾ കളിച്ചായിരുന്നു. അങ്ങനെ ശ്രേയ മഹേഷിന്റെ കൂടെ കുറെ വേദികളിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ശ്രേയയും കൂടെ സ്വന്തമായിട്ടാണ് കോറിയോഗ്രാഫ് ചെയ്യുന്നത്. ഒരു മ്യൂസിക് നമ്മൾ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മൾ സ്വന്തമായിട്ട് കോറിയോഗ്രാഫ് ചെയ്താണ് നമ്മൾ ഓരോ വേദിയിലും കളിക്കുന്നത്. എനിക്ക് അമ്മ, അച്ഛൻ, അച്ചാമ്മ, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. അച്ഛൻ ഇവിടെ തന്നെ പെയിന്റിങ്ങിനൊക്കെ പോവാറുണ്ട് പണിക്ക്, അങ്ങനെ കൂലിപ്പണിയാണ് എൻ്റെ അച്ഛൻ. പിന്നെ അമ്മ SK ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനാണ് വർക്ക് ചെയ്യുന്നത്, പേയാട്. പിന്നെ അച്ഛമ്മ വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കും. പിന്നെ ചേച്ചി എറണാകുളത്ത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ BA മോഹിനിയാട്ടം കോഴ്സാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2023 റിപ്പബ്ലിക് ഡേ പരേഡിന് എൻ്റെ ചേച്ചി ഡൽഹിയിൽ പോയിരുന്നു. അവിടെ ഓൾ ഇന്ത്യയിലെ എൻ്റെ ചേച്ചിയാണ് കുച്ചിപ്പുടി ഡാൻസ് കളിച്ചത്. അങ്ങനെ ചേച്ചി ഒരു ഡാൻസറാണ്. പിന്നെ ചേച്ചീന്റെ പാഷൻ കണ്ടിട്ടാണ് ഞാനും ഡാൻസിന് ചേർന്നത്.